ഇത് നമ്മുടെ കുടുംബിയിലുള്ള ജോഡ് ബ്രോക്കളാണ് കേട്ടോ. ഞാൻ ഇതിൽ കുഞ്ഞനെടുക്കുന്ന സെറ്റാണ്. കുടുംബി സെറ്റിലേക്കല്ലേ? ആ, എല്ലാം നല്ല അടിപൊളി പറവ. നമുക്ക് 13.5 അല്ലെങ്കിൽ അൺലിമിറ്റഡ് ഇല്ല, 13.5 മാത്രം. അതിൽ ചിലത് അൺലിമിറ്റഡ് കയറി പറക്കലുണ്ട്, എന്നാലും നൈറ്റില് കുറച്ച് പ്രശ്നമാണ്. പ്രാവ് പകല് പറക്കുമ്പോൾ തന്നെ പ്രാവ് പോയിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. 20 മിനിറ്റ് കഴിയും പോയിട്ട് വരാൻ വേണ്ടിട്ട്. അപ്പൊ നൈറ്റിലേക്ക് ആകുമ്പോ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. എല്ലാം ഓരോ സെറ്റാണ്. ഇത് ശരിക്കും എങ്ങനെയാന്ന് പിന്നെ ധാരന്ന് ഇറങ്ങി വരുന്ന പ്രാവാണോ അല്ലെങ്കിൽ? ഇത് ധാരയിൽ തന്നെ വരുന്നതാണ്. ധാരയിൽ തന്നെ ഇത് 2 ടൈപ്പ് പ്രാവുണ്ട്. ഇതില് ധാരയും വരുന്നുണ്ട്. ആ പ്രാവിലും ഭയങ്കര, ഞാൻ ഇന്നലെ ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് ഇട്ടപ്പോ ഫൈറ്റ് ചെയ്തതാണ്. 2 പ്രാവിന്റെ ഇതിലും പോയിട്ട് അത് കുറച്ച് ഭയങ്കര ഫൈറ്റ് ആവും. ഇത് ഈ ഒരു പ്രാവും, ആ 2 പ്രാവും ഭയങ്കര ഫൈറ്റ് ആവും. ഈ ഒരു പ്രാവും ഈ ഒരു കാണുന്ന പ്രാവും. കുടുംബിയില് നല്ലൊരു കളക്ഷൻസ് ഉണ്ട് ടൈമില്. കുടുംബിയിലേക്ക് തന്നെ വരുന്ന പ്രാവാണല്ലേ? ഇത് കുടുംബിയിൽ തന്നെ വരുന്ന. ഇതാണ് ആ കൂട്ടത്തിൽ ഏജുള്ള പ്രാവ്. വയസ്സുള്ള പ്രാവ് ഇതാണ്. ഇതിൽ വരുന്ന പ്രാവാണ്. ബാക്കി മറ്റുള്ള പ്രാവിൽ ഇതിൽ വരുന്നതാണ്. ഇറങ്ങി വരുന്നതല്ലേ? ഇതിന്റെ കുഞ്ഞന്മാരാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ അടുത്തുള്ള വേറെ ഷാഗലിയിൽ വരുന്ന പ്രാവാണ്. അതായത് ഈ ദൂമർ സബ്ജയില് ഇറങ്ങുന്ന പ്രാവ് തന്നെയാണ്. പക്ഷെ അത് 2 ടൈപ്പായിട്ടാണ് വരിക. ദൂമർ സബ്ജയിലാവുമ്പോ നമ്മൾ ഈ ചോരക്കണ്ണലായിട്ടാണ് ഇറങ്ങാം. ഈ ഷാലിയിലൊക്കെ ആകുമ്പോ കലങ്കയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഇതിന്റെ പറവ കുറച്ച് വളരെ മേലാണ്. അതുകൊണ്ട് ഞാൻ ടൂർണമെന്റ് ഒന്നും വിട്ടിട്ടില്ല, കുറെ മെനക്കെടാൻ നിന്നിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വിട്ട ദിവസം നമുക്ക് ശരിക്കും തലവേദന എടുക്കും ഞാൻ നോക്കിയെന്നതിനാൽ. അത് സന്ധ്യ ടൈമൊന്നും പ്രാവ് അങ്ങനെ ഇറങ്ങി വരൂല. പ്രാവ് കുറച്ച് തന്നിഷ്ടം കൂടുതലുള്ള പ്രാവാണ്. പറപ്പിക്കാനേ വിഷമമുള്ളൂ. ബ്രീഡിങ്ങിന് ഇപ്പോ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. വേറെ കുഞ്ഞന്മാര് നല്ല രീതിയിൽ ഇപ്പം കറക്റ്റ് ഇരുത്തല് നല്ല ക്ലിയർ ആയി വരുന്നത്. നമ്മള് ഇതിന് കണക്കായിട്ടുള്ള ബ്രീഡിങ് സെറ്റ് അങ്ങനെ ഇട്ടുകൊണ്ട് പ്രാവ് നല്ല ക്ലിയർ ആയി വന്നു. അതല്ല ഈ പ്രാവ് കൂട്ടില് ഉണ്ടാവുമ്പോ തന്നെ ഒരു എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതലുള്ള കളറാണ്. നോർമലി നിങ്ങൾ സെയിൽ ചെയ്യലുണ്ടോ പ്രാവിനെ? ഇവിടുന്ന് സെയില് ചെയ്യലുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് ചെയ്യലുണ്ട്. വർഷത്തിലോ അല്ലെങ്കിലോ പ്രാവ് അധികമാകുമ്പോ നമ്മള് സെയിൽ ചെയ്യല്ലോ. അത് ഇവിടെ അടുത്ത് കൊടുക്കല്ല, കുറച്ച് ദൂരെ ഇവിടെ ചെയ്യാം. അടുത്ത് കൊടുത്തു കഴിഞ്ഞാല് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാവ് ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ചു വന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടാവും. ഇവരെ ശേഖലി പുറത്തപ്പ ബ്ലൂ റോക്കിലെല്ലാം വരുന്ന സെറ്റ് പ്രാവാണിത്. എല്ലാം നല്ല കാര്യമായ പ്രാവുകളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എല്ലാം അൺലിമിറ്റിലോട്ട് എന്തായാലും കൺഫേം ആയിട്ടുള്ള പ്രാവുകളാണ്. സജാദ്, ഈ ഒരു പറവ ഫീൽഡിനെ കുറിച്ചിട്ടും ഇതിന്റെ ടെക്നിക്കിനെ കുറിച്ചിട്ടും എന്താണ് പറയാനുള്ളത്? പറവ ഫീൽഡിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുതിയ ബന്ധങ്ങൾ വരുന്നത് ഈ ഫീൽഡിൽ ഗുണമുണ്ട്. ഒരുപാട് ബന്ധങ്ങൾ വരും. അതുപോലെ തന്നെ നിലവിലുള്ള ബന്ധം പോവാനും കാരണമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാവിൻ്റെ കേസിൽ തന്നെ നമ്മൾ ഇപ്പോൾ പ്രാവ് വളർത്തുന്നുണ്ടെങ്കിൽ വേറെ ഒരാൾ, അടുത്തുള്ള ഒരാൾ അല്ലെങ്കിൽ വേറൊരാൾ പ്രാവ് പറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ ചോദ്യമായി അതെങ്ങനെയാണ് പറപ്പിച്ചത്, അതിനൊന്നും നിൽക്കാവില്ല. നമ്മൾ മറ്റുള്ള കാര്യത്തിൽ കൂടുതൽ ഇടപെടാണ്ടിരിക്കുക. നമ്മളെ പ്രാവിനെ ശ്രദ്ധിക്കുക, നല്ല കൃത്യമായ ട്രെയിനിങ് കൊടുക്കുക. ഫുഡിൻ്റെ കാര്യത്തിലായാലും കൃത്യമായിട്ട് നല്ല രീതിയിൽ നമ്മളെ പ്രാവിനെ തന്നെ നമ്മൾ പഠിക്കാൻ നോക്കുക. എന്നാൽ തന്നെ നമ്മളെ വീട്ടിൽ പ്രാവ് പറക്കും. അല്ലാണ്ട് വേറെ മറ്റുള്ള ആളെ കാര്യങ്ങൾ നോക്കിയാൽ പിന്നെ അധികം ഉണ്ടാവും.
പ്രാവ് പറപ്പിക്കുന്നതിന് വലിയ കാര്യമില്ല, അർത്ഥമില്ലാണ്ടായി മാറും. ഒരു അർത്ഥവും ഇല്ലാണ്ട്. അതുപോലെ തന്നെ പ്രാവ് നമ്മളിപ്പോൾ അധികം കണ്ടുവരുന്നതാണ്. പ്രാവ് നമ്മൾ രാവിലെ പറപ്പിക്കാൻ വേണ്ടിയിട്ട് വിടും, അല്ലെങ്കിൽ ഏതെങ്കിലും ടൈമിങ്ങിന് വേണ്ടിയിട്ട് വിടും. അപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്നത് ഇതിനെ പ്രാവിനെ ഇളക്കിയിട്ട് വേറെ എവിടെയെങ്കിലും പോകും. ഇത് ശ്രദ്ധിക്കില്ല. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, അത് എത്ര മിനിറ്റ് കൊണ്ട് വരുന്നുണ്ട്, എല്ലാവരുടെയും പോയിട്ട് ഇരിക്കുന്നുണ്ടോ, ഇതൊന്നും അറിയാണ്ട് ലാസ്റ്റ് ടൂർണമെൻറ്റ് വിടുമ്പോൾ നമ്മൾ ആ കള്ളത്തരം തിരിയാം. ചിലപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഇരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഒരു ലോങ് പോയി കഴിഞ്ഞാൽ 30 മിനിറ്റ് കഴിയുന്നുണ്ടാവും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ പ്രാവ് പറക്കുന്നത് കൂടുതൽ എനിക്കൊന്ന് കഴിവ് ആ ട്രെയിനറുടെ കഴിവാണ്. ട്രെയിനർ എത്രമാത്രം റിസ്ക് ഏറ്റെടുക്കുന്നു അതിൻ്റെ റിസൾട്ട് എന്തായാലും ആ ട്രെയിനർക്ക് കിട്ടും. ഓക്കെ, ഇപ്പം നിങ്ങൾ ഒരു 5 വർഷം തുടർച്ചയായിട്ട് പ്രാവിനെ പറപ്പിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായി. അതിനിടയ്ക്ക് നിങ്ങൾ ഗൾഫിൽ പോയി, പിന്നെ പ്രാവിനൊക്കെ മതിയാക്കി ഇപ്പം ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന്, അപ്പം വീണ്ടും പ്രാവിലേക്ക് തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്താ ഒരു താല്പര്യം ഉണ്ടായത്? അതായത് ഞാൻ പ്രാവ് ആദ്യം ഉണ്ടായത് ഇവിടെയല്ല, ഇതിപ്പോൾ ഞാൻ പുതിയ എടുത്ത വീട് നമ്മളെ തറവാട്ടിലാണ് ബ്രീഡിങ്ങും കാര്യങ്ങളും. അങ്ങനെ പ്രാവ് പറപ്പിക്കൽ വേറൊരു ലോഫ്റ്റാവും. അവിടെ നമ്മൾ ഒരു ടെറസിൻ്റെ മേലെ വാടക കൊടുത്തിട്ട് അങ്ങനെയാണ് പറപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഗൾഫിൽ പോകുമ്പോൾ ആ പറവ ഫീൽഡ് അങ്ങ് ഒഴിവാക്കി, പ്രാവിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടില്ല. എൻ്റെ കാര്യമായ പ്രാവിനെയും ഈ തറവാട്ടിൽ തന്നെ വെച്ച് പിന്നെ നമ്മളെ അനിയൻ നോക്കും. അപ്പോൾ ഞാൻ ഗൾഫിൽ പോയി വന്നതിന് ശേഷം ഇപ്പോൾ ഈ വീട്ടിൽ കൂടുതൽ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കൂടടിക്കാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ നമ്മളെ ഉമ്മയെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. ഉമ്മ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുന്നത് നീ കൂടടിച്ചോ, പ്രാവിനെല്ലാം ഇവിടത്തേക്ക് വെച്ചു ഇവിടെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ കൂട് വെക്കുന്നത്. പിന്നെ എൻ്റെ ബ്രീഡിങ്ങിനായിട്ടുള്ള വലിയ പ്രാവിനെല്ലാം ഇവിടത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നല്ല സപ്പോർട്ടാണ്. ഫാമിലി സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് എന്താ, ഫാമിലി സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു ഇത് നടക്കൂല. പിന്നെ ഇത് പണ്ടുള്ള എന്താ പറയാ പുറത്തുനിന്ന് പറയുന്ന പോലെ മുമ്പ് പ്രാവിനെ വളർത്തുക എന്ന് പറയുമ്പോൾ അവര് വലിയൊരു ഇതാണ്, തെറ്റായ സംഭവം പോലെ അങ്ങനെയൊന്ന് പ്രചരിപ്പിച്ചിന് അന്നേരമുള്ള ആൾക്കാർ. പ്രാവിനെ വളർത്തുന്നവന് അങ്ങനെയാണ്, അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ അത് മനസ്സിലായി പ്രാവ് എന്താണ്, അതിൽ നിന്നെന്താ കിട്ടുക. അപ്പൊ കൂടുതൽ പറവ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ആൾക്കാർ ഇതിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയത്. ഇതൊരു ഹരം, പക്ഷെ ഒരു ലഹരിയാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സാധാ ലോക്കൽ പ്രാവിനെയാണ് വളർത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പം ഈ പറവ ഫീൽഡിലേക്ക് ഇപ്പം നമുക്ക് ഒരാളോട് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി നമുക്ക് എന്തായാലും ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാൻ വേണ്ടി പറ്റൂല. കാരണം എന്തായാലും നമുക്ക് സംശയങ്ങളുണ്ടാവും, കാരണം ഇത് അങ്ങനത്തെ ഒരു ഫീൽഡാണല്ലോ. അപ്പം സംശയങ്ങൾ നിങ്ങൾ ചോദിക്കൽ ആരുമായിട്ടാണ് ഈ ഒരു ഇതിനായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ വളവാട്ടണം മെയിൻ പ്രാവ് പറപ്പിക്കുന്ന രണ്ടാളുണ്ട്, ഈ മുനീർക്ക പിന്നെ അബൂക്ക എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവരുടെ അടുത്ത് ഇപ്പം പ്രാവില്ല, ആ ടൈം ഉണ്ടായിരുന്നു. നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മളെ കൂടുതൽ അതായത് ആ കുട്ടിക്കാലത്തുള്ള ഈവനിങ് ടൈം കൂടുതൽ നമ്മൾ ചിലവഴിച്ചത് അവരുടെ അടുത്താണ്. അവരെ കൂട്ടിൽ നമ്മളിങ്ങനെ രണ്ടാളതും കൂട്ടിൽ പോക്കുണ്ട് വൈകുന്നേരം. അന്നേരം പ്രാവിനോടുള്ള ക്രേസ് ഇങ്ങനെ കൂടിക്കൂടി വരും. നമ്മളവിടെ പോകുമ്പോൾ അവർ ഫുഡ് കൊടുക്കുന്നത്, പ്രാവ് വിടുന്നത് എല്ലാം നമ്മൾ നോക്കി മനസ്സിലാക്കും. അതുപോലെ തന്നെ അവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരും പറഞ്ഞു തരും പറവപ്രാവ് ഇങ്ങനെയാണ്, ഇത് ഇത്ര ടൈം പറഞ്ഞ പ്രാവാണ് എല്ലാം പറഞ്ഞു തരും. അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ഉള്ളത് നമ്മുടെ ഹനീഫ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, നമ്മൾ ഹനീഫ. ഓരോരുത്തരും കുറേ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. ഓരെല്ലാം സ്പോർട്സ് പരമായിട്ട് ഏതൊരു സ്പോർട്സ് ഫീൽഡിലും നല്ല കട്ട സപ്പോർട്ടാണ്. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഒരുപാട് എന്താ പറയുക പ്രാവായിട്ടും അല്ലാണ്ടും നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കാർണൂർ എൻ്റെ ഉമ്മാൻ്റെ അനിയുണ്ട്, അവരുടെ അടുത്തുനിന്നും
അവരാണ് എനിക്കൊന്ന് പ്രാവിന് വേണ്ടിയിട്ട് കൂടുതൽ ഫണ്ട് ഇറക്കി തരുന്നത് നമ്മളെ ഉമ്മാന്റെ അനിയുണ്ട്. അവരുടെ പേരെന്തായിരുന്നു? ജംഷീന്ന പേര്. അവര് ഈ പ്രാവിന് വേണ്ടിയിട്ട് ഇത്ര പൈസ നോക്കലില്ല, നമ്മളെ ഫണ്ട് കൂടുതൽ ഇറക്കി തരുന്നത് പറഞ്ഞു. അതായത് സജ്ജാദന ഈ ഒരു ഫീൽഡിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത് ജംഷി ആണെന്ന് തന്നെ പറയാല്ലേ? അല്ല, കൂടുതൽ സപ്പോർട്ട് ചെയ്ത്. അതെ അല്ലേ? ആ ടൈമൊന്നും നമ്മൾക്ക് കൂട് ഉണ്ടാക്കാൻ പൈസ ഒന്നും നമ്മള് ചെറുതല്ലേ, അപ്പോ ഇവരാണ് അതിനുള്ള സപ്പോർട്ട് ചെയ്ത്. വീട്ടിൽ നിന്ന് ചിലപ്പോ ഉമ്മാനോട് ചോദിച്ചാല് ചിലപ്പോ കിട്ടൂല. നമ്മളന്നേരം ആ പഠിക്കുന്ന ടൈം പിന്നെ അവര് ഇപ്പൊ പഠിക്കുന്ന പ്രാവിനെ നോക്കണ്ട. എനിക്കൊന്ന് ആ ടൈം പ്രാവ് ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോ കാണുന്നില്ലേ, മറ്റുള്ള എന്തെങ്കിലും ഒരു ഹോബി വേണം. ഇതൊന്നും ഇല്ലാത്ത ആള് മറ്റ് അപകടകരമായ ചില ദുശീലങ്ങളിലേക്ക് പോകുന്നില്ല. നമുക്കിപ്പോ അത് കണ്ടുവരുന്നുണ്ട് കുറെ, ഒരുപാട് സ്ഥലത്ത് അത് കണ്ടു. അപ്പൊ എന്തെങ്കിലും ഒരു ഹോബിയോ ഒന്നെങ്കിൽ ഇതുപോലത്തെ പ്രാവ്, അല്ലെങ്കിൽ ചില കുട്ടികൾ ഫുട്ബോളിന്റെ ആയിരുന്നു, ക്രിക്കറ്റ് ആയാലും മെയിനായിട്ടുള്ള നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക്, പറവ ഫീൽഡിലേക്ക് പുതിയ ആൾക്കാരെ കടന്നു വരുന്ന ആൾക്കാരുണ്ട്. പുതിയ പറവപ്രാവിൻ്റെ ഓർ മേഖലയിലേക്ക് പുതിയ ആൾക്കാർ കടന്നു വരുന്നുണ്ട്. അവരോട് ഇപ്പം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത്, ഫസ്റ്റ് നമ്മൾ നല്ലൊരു ബ്രീഡറുടെ അടുത്ത് പോയിട്ട് പ്രാവിനെ വാങ്ങിക്കാൻ ശ്രമിക്കാം. പക്ഷേ പുതിയ തുടക്കക്കാരാണെങ്കിൽ വലിയ വലിയ ടൈമിലും പറക്കുന്ന പ്രാവില്ലേ, അങ്ങനത്തെ ഇതിലേക്ക് ഫസ്റ്റ് പോകണം. ഫസ്റ്റ് കുറച്ചൊരു മീഡിയം ലെവലിൽ പറക്കുന്ന പ്രാവിനെ വാങ്ങിയിട്ട് അതിനെ കണ്ടിന്യൂ ചെയ്യാം, അതിനെ പറപ്പിക്കാം. അതുപോലെ തന്നെ ഇതുപോലെ പ്രാവ് പറപ്പിക്കുന്ന ആൾക്കാരായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാം. എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് അറിവ് ചോദിച്ച് മനസ്സിലാക്കുക. എന്ത് കാര്യങ്ങളായാലും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. ഇത് എങ്ങനെയാണ് പറപ്പിക്കൽ, എന്ത് ഫുഡാണ് കൊടുക്കുന്നത്, എത്ര മണിക്കാണ് പ്രാവിനെ വിടൽ, ഇത് രാത്രി പ്രാവ് ഇരിക്കുന്നില്ല അന്നേരം എന്താ ചെയ്യുക, എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോന്നോരോന്നായിട്ട് അറിവുള്ള ആളെടുത്ത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. അതിന് ശേഷം മാത്രമേ ഈ പറവൻ്റെ ഇതിലേക്ക് ഇറങ്ങാൻ പറ്റൂ. എനിക്കൊന്ന് അത് നമ്മൾ പറപ്പിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം നമ്മൾ ഇപ്പം കുറേ സൗകര്യങ്ങളുണ്ടല്ലോ, യൂട്യൂബ് ആയാലും ഇൻസ്റ്റ ആയാലും അറിവുകൾ പെട്ടെന്ന് ലഭിക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു പ്രാവ് പറപ്പിക്കുമ്പോൾ മറ്റുള്ള ആളെ അവരുടെ അടുത്ത് പറക്കുന്നുണ്ട്, നമ്മുടെ അടുത്ത് പറക്കുന്നില്ല, ആ ഒരു തോന്നലുണ്ടാകാൻ പറ്റില്ല. നമ്മളെ പ്രാവിലേക്ക് ശ്രദ്ധിക്കാം, അതിനെ പറപ്പിച്ച് നോക്കാം. പെട്ടെന്നൊന്നും ഒഴിവാക്കണ്ട, പ്രാവ് പറക്കൂ. ചിലപ്പോൾ ചില പ്രാവ് പറവയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ പ്രാവിൻ്റെ ഫോൾട്ടെല്ലാം നമ്മൾ നോക്കി മനസ്സിലാക്കാം, ഇത് എന്തുകൊണ്ടാണ്. ഇപ്പോൾ ചില പ്രാവ് പറപ്പിച്ച് കഴിഞ്ഞാൽ പറക്കൂല. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, എൻ്റെ ഈ കലങ്കവള്ളയിൽ വരുന്ന പ്രാവ് പിന്നെ പുതിയ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അതിനെ എവിടെയും കൊടുത്തോളി, അവർക്ക് അതിനെ വിലയുണ്ടാവില്ല. കാരണം ആ പ്രാവ് പറക്കൂല. ആ പറക്കണമെങ്കിൽ അതിൻ്റെ സ്വഭാവം അറിയുന്ന ഞാൻ വിചാരിക്കും. ആ പ്രാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവിനെ ഡെയിലി വിടണം. പ്രാവ് പറക്കൂല, ഇങ്ങനെ അവിടെ ഇവിടെയെല്ലാം പോയിട്ട് ഇരിക്കുകയും നമ്മളൊരു 2 ആഴ്ച മെനക്കെട്ടില്ലെങ്കിൽ ആ പ്രാവ് 2 ആഴ്ച കഴിയും പറവിലേക്ക് വരാൻ. ചിറകിളക്കണം അതിന്, പിന്നെ ആ പ്രാവ് ഇരുന്നരും. പിന്നെ നമ്മൾ ആ പ്രാവിനെ ഇരുത്തിക്കാൻ വേണ്ടിയിട്ട് മെനക്കെടണം. അതുപോലെ തന്നെയാണ് പുതിയ ആളോടും എനിക്ക് പറയാനുള്ളത്. ഈ പ്രാവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറക്കുന്നില്ലെങ്കിലും ഡെയിലി അതിനെ പറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് ഓട്ടോമാറ്റിക്കലി പറവയിലേക്ക് വരും. അല്ലാണ്ട് ഇപ്പോൾ 2 ദിവസം ഇന്ന് പ്രാവിനെ വാങ്ങി നാളെ 13 മണിക്കൂർ പറക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. കുറച്ച് അതിനെപ്പറ്റി പഠിക്കുക, അതിനെ ഇതുപോലെ ഡെയിലി അതിന് വേണ്ടി മെനക്കേടുക. എന്നിട്ടും കുറേ കഴിഞ്ഞിട്ടും ഒന്നും ആകുന്നില്ലെങ്കിൽ മാത്രമേ അതിനെ ഒഴിവാക്കാൻ പറ്റൂ. അതുപോലെ തന്നെ നിങ്ങളെ കൈമിൽ ഇപ്പോൾ ഉള്ള നമ്മൾ 2-3 ലൈന് പ്രാവുകൾ കണ്ടു. ഇപ്പം ധാരയിലാണെങ്കിലും സബ്ജയിലാണെങ്കിലും അതുപോലെ തന്നെ പുറത്തപ്പേലാണെങ്കിലും നമ്മൾ 2-3 ടൈപ്പ് പ്രാവുകൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ട്രെയിനിങ് രീതി എങ്ങനെയാണ്? നിങ്ങളെ ഒരു പ്രാവിൻ്റെ ട്രെയിനിങ് രീതി എങ്ങനെയാണ്? ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 13.5 മാത്രം ഉള്ളതുണ്ട്, അതുപോലെ തന്നെ അൺലിമിറ്റഡിലേക്ക് പറപ്പിക്കുന്നതുണ്ട്. കാരണം നമ്മളങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏകദേശം കണ്ണൂർ ജില്ലയിൽ തന്നെ
ഒരു 5-6 വർഷം മുന്നേ നല്ല രീതിയിൽ പറപ്പിച്ചതാണ്. അൺലിമിറ്റഡിലോട് 15 മണിക്കൂറായാലും 16 മണിക്കൂറൊക്കെ മേടിച്ചിട്ട് ഒരു 4-5 വർഷം മുന്നേ ഉള്ള പ്രൈസുകൾ, 5 പോരാ, ഏകദേശം അതിന് മുന്നേ അൺലിമിറ്റഡിലോട് പറപ്പിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത്. ഏത് രീതിയിലുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾ ആ സമയത്ത് കൊടുക്കൽ? അതായത് നമ്മൾ ഇപ്പോൾ 4-5 ടൈപ്പ് പ്രാവിനെ നമ്മൾ കാണിച്ചു. അതിൽ ഓരോ പ്രാവിനും ഓരോ രീതിയിലാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഒരു പ്രാവിനെ പറ്റി പഠിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 1 വർഷമൊന്നും പോരാ. 1-2 വർഷം നമ്മളതിനെ പറപ്പിച്ചിട്ടു, പിന്നെ വർക്കുന്നില്ലെങ്കിൽ ആ പ്രാവിനെ ബ്രീഡിങ്ങിന് ഉപയോഗിച്ചിട്ടു നമ്മൾ ഒരുപാട് നോക്കൂ, പെട്ടെന്ന് അങ്ങ് ഒഴിവാക്കി കളിയില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് വേണം അതിനുള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ചില പ്രാവിനെ നമ്മൾ കുറച്ച് ബുദ്ധി കൂടുതലുള്ള പ്രാവുണ്ട് ഈ കൂട്ടത്തിൽ. എൻ്റെ അടുത്ത് പൊതുവേ ഓരോ കളറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാവിൻ്റെ സ്വഭാവം. ഓരോ കളറിനും ഓരോ സ്വഭാവം. അപ്പോൾ സബ്ജേൻ്റെ സ്വഭാവമായിരിക്കില്ല കലങ്കാവള്ളേൻ്റെ, കലങ്കാവള്ളേൻ്റെ സ്വഭാവമായിരിക്കില്ല കുടുംബിക്ക്. അതേപോലെ ഓരോ കളറിനനുസരിച്ചിട്ടാണ് സ്വഭാവങ്ങൾ. കാരണം ഞാൻ ആ രീതിയിൽ ബ്രീഡ് ചെയ്തിട്ട് ഓരോ പ്രാവിനും ഓരോ ലൈനിൽ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കീപ്പ് ചെയ്ത് വരുന്നുണ്ടാവും. നമ്മൾ കൂടുതൽ കലർത്തലില്ല. 2 പ്രാവ് ഇപ്പോൾ സബ്ജയിലായാലും കുടുംബിയിലായാലും ഏത് എൻ്റെ അടുത്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒറ്റ കളറിലാണ് പ്രാവിലും ജോഡിയായാലും അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ തലമുറ അതേ കളറിൽ അതേ സ്വഭാവത്തിൽ വരും. ഓക്കെ. ഈ ഒരു പ്രാവ് ഉണ്ടോ, ഇതിപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് ചെറുതിൽ പ്രാവ് അങ്ങനെ പറക്കലുണ്ടായിട്ടില്ല. പക്ഷെ എനിക്കറിയാം ആ പ്രാവ് പറക്കും. കാരണം നമ്മൾ ഒരുപാട് അതിനെ ശ്രദ്ധിച്ച് അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കി. ഇതിൻ്റെ ഫാദറും മദറിലുണ്ട്. ഇതിൽ വരുന്ന പ്രാവ് എങ്ങനെയാണ് പറക്കുക അത് നമ്മൾക്കറിയാം. നമുക്കത് ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഇപ്പോൾ പുതിയൊരാൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇതിനെ അവർ ഒഴിവാക്കും. അപ്പോൾ ഈ പ്രാവ് ഇതേപോലെ ചെറുതിൽ പറക്കൂല. പക്ഷേ ഈ പ്രാവാണ് എനിക്ക് ഞാൻ ലാസ്റ്റ് പറപ്പിച്ചത് 2022-23 വർഷമാകും. അതിനുശേഷം പറപ്പിച്ചിട്ടില്ല. അപ്പോൾ ആ ടൈം ഈ പ്രാവാണ് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പറന്നത് 2022. അതായത് ആ കൊടും മഴയത്ത് കണ്ണൂർ ജില്ലയിൽ എനിക്കൊന്ന് 4 മണിയാകുമ്പോഴത്തേക്ക് അന്ന് ഏടിയ മത്സരമില്ല, എല്ലായിടത്തും കഴിഞ്ഞു. അന്ന് ഈ പ്രാവ് ഒറ്റക്ക് പറക്കുന്നുണ്ട്. ആ മഴയത്ത് രാവിലെ വിടുമ്പം തുടങ്ങിയ മഴ. അന്ന് 13 മണിക്കൂറും 45 മിനിറ്റും പറന്നിട്ടാണ് പ്രാവിത് ആ മഴയത്ത്. അതുപോലെ തന്നെ ഇതൊരു ഫീമെയിലാണ്. ഇത് 2022 കണ്ണൂർ ജില്ലയിൽ ഏറ്റവും നല്ല ടൈം പറന്ന പ്രാവ്. 14 മണിക്കൂറും 43 മിനിറ്റാണ് പറഞ്ഞു ഈ ഒരു പ്രാവ്. ഈ ഒരു പ്രാവ് പിന്നെ ടൂർണമെൻറ്റ് എൻ്റെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരത്തിന് ഒരുപാട് ആൾക്കാർ വരും. അതുപോലെ നമ്മൾ അറിയുന്ന ഒരാൾ പറഞ്ഞു ആ പ്രാവ് ഉച്ചക്ക് ആ പ്രാവ് ടയേർഡാണ്, അതിപ്പം ഇരിക്കുന്നെല്ലാം പറഞ്ഞു. ഞാൻ അതിരിക്കില്ല, എനിക്കറിയാം ഇതിൻ്റെ പറക്കൽ എങ്ങനെയാണ്. തലൂട്ട് ഇങ്ങനെ വന്ന് മെല്ലെ സ്ലോലിയേ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ് അതിരിക്കൂല, ആ പ്രാവ് ഇരുന്നിട്ട് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. അങ്ങനെ അവർ പോയത് രാത്രിയാണ് പോയത്. രാത്രി ഇതിൻ്റെ പറവ് കാണാൻ വേണ്ടിയിട്ട് അവരുണ്ടായി. അങ്ങനെയാണ് ഓരോ പ്രാവിനും ഓരോ സ്വഭാവമാണ്. ഇതിപ്പോൾ ചില ആൾക്കാർ ഇതിൻ്റെ പറവാണ്ട വിചാരിക്കും അതിപ്പോൾ ഇരിക്കും. ഓരോ പ്രാവിനും ഓരോ സ്റ്റൈലിലാണ് പ്രാവ് പറക്കുക. ചിലത് വളരെ മേലെ പോയി പറക്കും, ചിലത് കുറച്ച് നമ്മൾ ഈ തെങ്ങിൻ്റെ ഹൈറ്റിലെല്ലാം പറക്കും.